മറ്റൊന്ന് കുഞ്ഞാലി മരക്കാർ. എന്നാൽ മൂന്നാം കക്ഷി കൂടിയുണ്ട് എന്നുള്ളതാണ്. ആ മൂന്നാം കക്ഷി ഒന്നാം കക്ഷിയായി മാറുന്ന കഥയാണ് നാം ഇവിടെ അനുസ്മരിപ്പിക്കുന്നെന്നുള്ളതാണ്. ഈ മൂന്നാം കക്ഷി കൂടാതെ മറ്റൊരു സുപ്രധാന കഥാപാത്രം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ എവിടെ ഇരിക്കുമ്പോൾ മുഴുവൻ തന്നെ, ആ സമയങ്ങളിൽ മുഴുവൻ തന്നെ എൻ്റെ കണ്ണുകൾ പാഞ്ഞത് നാം ഈ സംസാരിക്കുന്നതും സംഘടിപ്പിക്കുന്നതെല്ലാം നിശബ്ദമായി കണ്ടുകൊണ്ടിരിക്കുന്ന, നോക്കിക്കൊണ്ടിരിക്കുന്ന അതാ കടൽ. ആ കടലാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ളതാണ്. 514 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് ഹജ്ജ് ചെയ്ത് വരുന്ന 400ഓളം ആളുകളെ, അതിൽ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, മറ്റ് ഹാജിമാര്, പുരുഷന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈജിപ്തിന്റെ സ്ഥാനപതിയായ ജഹാംഗീർ ബാഗ് ഉണ്ടായിരുന്നു. കോഴിക്കോടിന്റെ കുലപതിയെ നിശ്ചയിച്ച അദ്ദേഹം ഉണ്ടായിരുന്നു. വാസ്കോഡ ഗാമ അദ്ദേഹത്തിന്റെ 2ാം വരവിൽ 1502 ആ കപ്പലിന് വളഞ്ഞു. ഹാജിമാരുമായി വന്ന കപ്പലിനെ മുഴുവൻ തന്നെ വളഞ്ഞു. അതിലെ ചരക്കുകൾ മുഴുവൻ തന്നെ എടുത്തു മാറ്റി, പൂർണ്ണമായും എടുത്തു മാറ്റി. ആ മുറി, ചരക്കുകൾ നിറച്ചിരുന്ന ആ മുറിയിലേക്ക് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മറ്റ് യാത്രക്കാരെയും വെച്ചു. ജഹാംഗീർ ബാഗ്, ഈജിപ്തിന്റെ കുലപതി പറഞ്ഞു, ഗാമ, അങ്ങക്ക് എന്ത് വേണം? അങ്ങ് വന്നിരിക്കുന്ന കപ്പലുകളിൽ മുഴുവൻ തന്നെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിറച്ചും കുരുമുളക് നിറച്ചു തരാം. അങ്ങക്ക് മറ്റേത് സുഗന്ധദ്രവ്യങ്ങളാണ് വേണ്ടത്, ഞാൻ തരാം. എന്റെ വാക്ക് എനിക്ക് പാലിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ ഒന്നടങ്കം ചുട്ടുകരിക്കൂ. വാസ്കോഡ ഗാമ എന്ന അധിനിവേശക്കാരന്റെ ഹൃദയത്തിൽ അത് കടന്നു ചെന്നില്ല. സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തിലുള്ള, ദേഹത്തിലുള്ള ആഭരണങ്ങൾ മുഴുവൻ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട്, പിഞ്ചോമന മക്കളെ മുഴുവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അങ്ങ് എടുത്തുകൊള്ളൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതും വാസ്കോഡ ഗാമയുടെ ഹൃദയത്തെ അലിക്കാൻ പോരുന്നതായിരുന്നില്ല. വാസ്കോഡ ഗാമ ആ ഹാജിമാർ വന്ന കപ്പലിന് ചുറ്റും തന്റെ പടയാളികളെ അയച്ചുകൊണ്ട് തീ കൊടുത്തു. ഗത്യന്തരമില്ലാതെ അതിൽ നിന്നും 20 കുട്ടികളെ ഇവിടെ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയി ക്രിസന്റം ചെയ്യാൻ വേണ്ടി. ഗത്യന്തരമില്ലാതെ അവസാന ഘട്ടത്തിൽ നിസ്സായ അവസ്ഥയിൽ അവർ പൊരുതി, അതിനുള്ളിലവർ പക്ഷേ കരിഞ്ഞുപോയി എന്നുള്ളതാണ്. ഇത് കണ്ട കടലാണിത്. 8 കപ്പലോടുകൂടി ഒരുപാട് വസ്തുക്കളും ആളുകളുമായി, 200 ചില്ലാനം ആളുകളുമായി വന്ന ആ കപ്പലുകളെ മാടായി കടപ്പുറത്ത് വെച്ച് വാസ്കോഡ ഗാമ അത് പിടിച്ചെടുത്തു. സാധനങ്ങൾ മുഴുവൻ തന്നെ എടുത്തു മാറ്റി. ആ കപ്പൽ 200ഓളം ആളുകളുടെ ചെവിയും മൂക്കും കൈകാലുകളും ഛേദിച്ച് അവ മുഴുവൻ തന്നെ ഒറ്റക്കെട്ടായി വെച്ച് കെട്ടി ആ മൃതദേഹ ശരീരങ്ങൾ ഒരു കപ്പലിൽ സമുദ്രക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ കടലിന് 514 വർഷം ഒരു പ്രായമല്ല എന്നുള്ളതാണ്. കടലിന്റെ അഗാധത ആര് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ അറിയുന്ന വസ്തുതകൾ പറയുന്നതിന് പകരം മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന് പറഞ്ഞതുപോലെ ഈ ചരിത്ര സംഭവത്തിൽ അങ്ങിങ്ങായുള്ള പ്രധാനപ്പെട്ട വസ്തുതകളുടെ വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും ആ സ്നേഹത്തിന്റെ, ആ ഒരുമയുടെ, സൗഹൃദത്തിന്റെ കഥ നമുക്ക് പറയുന്നത് അത് ആദ്യം നമ്മൾ അറിയുന്ന കഥയല്ല എന്നാണ്. അതിനുശേഷം പിൽക്കാലത്തുണ്ടായ ചരിത്രത്തിൽ നമുക്കറിയാം, ടിപ്പു സുൽത്താന്റെ പടയാളിയുടെ പേര് പൂർണ്ണയ്യ എന്നായിരുന്നു, മറ്റൊരാൾ ശേഷയ്യ ആയിരുന്നു എന്നുള്ളതാണ്. ഔറംഗസേബിന്റെ പടയാളി
ജസ്വന്ത് സിംഗ് ആയിരുന്നു. അക്ബറിന്റെ പടത്തലവൻ മാൻസിംഗ് ആയിരുന്നു. അക്ബർ ഉണ്ടാക്കിയ മതം നിങ്ങൾക്കറിയാം, ദീനിലാഹി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വിഷയത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോകുന്നത് മുഴുവൻ തന്നെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ പരമ്പരയിൽ കൂടി കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ തന്നാൽ കഴിയുന്നത് താൻ എന്ന അർത്ഥത്തിൽ ഈ സ്നേഹസ്പർശം വീണ്ടെടുക്കാൻ വേണ്ടി, ആ സ്നേഹസൗചര്യം വീണ്ടും ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. നിങ്ങൾ മറ്റു ചരിത്ര കഥകൾ കേൾക്കുന്നത് പോലെ ചരിത്രത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ല നിങ്ങൾ എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ കടപ്പുറത്ത് വെച്ച് ഇവിടെ സൂചിപ്പിച്ച വെള്ളയില്, ഇവിടെ പറഞ്ഞ കുറ്റിച്ചറ, ഇവിടെ പറഞ്ഞ തളിക്ഷേത്രം, പന്നിയങ്കര, ഇതെല്ലാം നിങ്ങളുടെ തൊട്ടുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ഇതിനു മുമ്പ് കടന്നുപോയ, അപമാനിക്കപ്പെട്ട, ക്രൂരമായി വധിക്കപ്പെട്ട, ക്രൂരമായി ശിക്ഷിക്കപ്പെട്ട ഒരുപാട് ആത്മാവുകളുടെ കഥയാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ വേദനകളിലേക്കുള്ള ഇറങ്ങിച്ചെല്ലാണ്. ആ വേദനയില് ഈ പറഞ്ഞ 3 പേർ എന്തിന് വാസ്കോ ഡ ഗാമ എന്നതും ചോദ്യം. വാസ്കോ ഡ ഗാമ സാമൂതിരിയോടുണ്ടായ ശത്രുത എന്താണ്? വാസ്കോ ഡ ഗാമ ഒന്നേ പറഞ്ഞു സാമൂതിരിയോട്, അറബികളെ ഇവിടുന്ന് ഒഴിവാക്കണം, അറബികൾക്ക് കുരുമുളക് വിൽക്കാൻ പാടില്ല, അറബികളുടെ തുരുത്തിയേ പാടുള്ളൂ. നാം അറിയുന്ന സാമൂതിരി വാസ്കോ ഡ ഗാമയോട് പറഞ്ഞു, ഞാൻ എന്തിന് അറബികളെ പുറത്താക്കണം, ഞാൻ എന്തിന് അറബികൾക്ക് കുരുമുളക് കൊടുക്കാതിരിക്കണം? എന്നോട് ഒരു നീതികേടും അവർ കാണിച്ചിട്ടില്ല, എന്നോടൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. എന്റെ കച്ചവടത്തിൽ ഏറെ വിശ്വാസ്യത പുലർത്തിയവരാണത്. എന്റെ ശ്രേയസ്സിന് കാരണക്കാരെ മുഴുവൻ തന്നെ ഈ അറബികളാണ്. ആ വിയോജിപ്പാണ് സാമൂതിരി കൊച്ചിയിലേക്കുള്ള കൊച്ചി യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി തന്റെ പ്രതിനിധിയെ, നമ്പൂതിരിയെ വാസ്കോ ഡ ഗാമയുടെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി അയച്ചപ്പോൾ ആ നമ്പൂതിരെ ചുണ്ട് മുറിച്ചെടുത്തു, ആ നമ്പൂതിരിയുടെ ചെവി പൊറിച്ചെടുത്തു, പട്ടിയുടെ ചെവി വെച്ച് തുന്നിപ്പിടിപ്പിച്ചു. അങ്ങനെ തിരിച്ചയക്കുകയായിരുന്നു വാസ്കോ ഡ ഗാമ ചെയ്യുന്നതാണ്. എന്റെ രണ്ടാമത്തെ ജീവനുള്ള കഥാപാത്രം കുഞ്ഞാലി മരക്കാർ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ആ ചോര തിളച്ചൊരു വ്യക്തികളാണ്. വൈദേശിക കോയ്മയിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ തന്നെ കാർന്നു നിന്ന അഭിശപ്തമായ ഒരു കാലഘട്ടത്തിൽ ആരും തുണയില്ലാതെ ചില സന്ദർഭങ്ങളിൽ സാമൂതിരി പോലും പിന്മാറുന്ന അവസരത്തിൽ തന്റെ ജീവൻ ആഹുയിച്ച്, തന്റെ ജീവനും തന്റെ സ്വത്തും തന്റെ കുടുംബവും തന്റെ എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച കുഞ്ഞാലി മരക്കാർ. അതുകൊണ്ടാണ് പലരും അഭിപ്രായപ്പെടുന്നത് 1857 ശിപായി ലഹളയല്ല, മറിച്ച് കുഞ്ഞാലി നൂറ്റാണ്ട് യുദ്ധം നടത്തിയ വാസ്കോ ഡ ഗാമയുമായി, പോർച്ചുഗലുമായി സാമൂതിരി ആളുകൾ നടത്തിയ അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ചൂണ്ടിക്കാൻ സാധിക്കുമോ? ഒരു രാജാവ് ആ രാജാവിന്റെ മുഴുവൻ പ്രജകളെയും ഒന്നിച്ചുകൊണ്ടിട്ട്, ആ രാജ്യത്തെ മതമേതാക്കളെ ഒന്നിച്ചേർത്തുകൊണ്ട്, പടക്കളത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പടപൊരുതിയ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ചാലിയങ്കോട്ട. 1571 പിടിച്ചടക്കിയ ചാലിയങ്കോട്ടയുടെ കഥ. ആ ചാലിയങ്കോട്ട യുദ്ധത്തിലെ പിടിച്ചടക്കുന്ന സംരംഭത്തിൽ ആരൊക്കെ മതനേതാക്കന്മാരുണ്ടായിരുന്നെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സക്കാഫി ഇവിടെ പറഞ്ഞിരിക്കുന്നു. കാസി അബ്ദുൽ അസീസ് മുതൽ മാമുക്കോയ് വരെയുള്ള ആളുകളെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്യന്മാർ എന്താണ് അവരുടെ സ്ഥിതി? ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ഐബീരിയൻ പെനിൻസുല, സ്പെയിനിന്റെ ഒരു ഭാഗമായി
അടർത്തപ്പെട്ട് സ്വാതന്ത്ര്യം കിട്ടിയ പോർച്ചുഗൽ 1580 വീണ്ടും 60 വർഷത്തോളം സ്പെയിനുമായി കൂടിച്ചേർന്ന് വീണ്ടും വിടുതൽ നേടിയ പോർച്ചുഗൽ. ആ പോർച്ചുഗൽ വാസ്കോ ഡ ഗാമ 1498 ഇവിടെ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയപ്പോൾ അത് പോർച്ചുഗലിന് മാത്രം ഒരു ഉത്സവമായിരുന്നില്ല എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നാടുകളിൽ മുഴുവൻ തന്നെ ഇന്നത്തെ ഭാഷയിൽ പായസം വിളമ്പി എന്ന് പറയുന്നത് പോലെ, പടക്കം പൊട്ടിച്ചെന്ന് പറയുന്നത് പോലെ ഉത്സവ ലഹരിയിലായിരുന്നു വാസ്കോ ഡ ഗാമയുടെ വരവ് എന്നുള്ളതാണ്. പിന്നെന്തിന് ഈ ഇവിടെ വന്ന വാസ്കോ ഡ ഗാമക്കും പോർച്ചുഗീസുകാർക്കും അറബികളോട് മുസ്ലിങ്ങളോട് ഇത്ര ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വിവിധ കാരണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഒന്നാമതായി കുരിശുയുദ്ധം തന്നെ എന്നുള്ളതാണ്. ആകെ ഉണ്ടായ 13 കുരിശുയുദ്ധങ്ങളിൽ 9 കുരിശുയുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 കുരിശുയുദ്ധങ്ങളാണ്. 1097 ആരംഭിച്ച 1-ാം കുരിശുദ്ധത്തിന് ശേഷം 1187 ഉണ്ടായ 3-ാം കുരിശുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ അണിനിരുന്നത് റിച്ചാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ്, ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ട് റിച്ചാർഡ് ദി ലയൺ ഹാർട്ടഡ്, ജർമ്മനിയെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ട് ഫ്രെഡറിക് ബാർബറോസ, ഫ്രാൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ട് ഫിലിപ്പ് ഓഗസ്റ്റസ്, ഈ മറുഭാഗത്ത് സലാഹുദ്ദീൻ. 1094 കുരിശ് യുദ്ധത്തിൽ ജെറുസലം പിടിച്ചെടുത്ത അതിനെതിരെ ധീരനായ സലാഹുദ്ദീൻ 1184 ജെറുസലം പിടിച്ചെടുത്തപ്പോൾ മാർപ്പാപ്പക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ കുരിശ് യുദ്ധത്തിന്റെ വേദനയാണ് ഇറാഖ് യുദ്ധത്തിൽ ജോർജ് ബുഷ് പറഞ്ഞത് ഇത് 2-ാം കുരിശ് യുദ്ധമാണെന്ന്. അറിയാതെ പറഞ്ഞതായിരുന്നില്ല, മനഃപൂർവ്വം പറഞ്ഞതാണെന്നെങ്കിലും ലോക മനസാക്ഷി മുഴുവൻ തന്നെ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ജോർജ് ബുഷിനെ മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതാണ് ഈ യൂറോപ്യന്മാർ? 18-ാം നൂറ്റാണ്ടിൽ ന്യൂ ഇംപീരിയലിസം എന്ന പേരിൽ ആഫ്രിക്കയിലും ഇന്ത്യയിലും മുഴുവൻ വന്ന് യൂറോപ്യന്മാരായ രാഷ്ട്രങ്ങൾ മുഴുവൻ ആ രാജ്യങ്ങളെ കീഴടക്കി അവിടുത്തെ സമ്പത്ത് ചൂഷണം ചെയ്ത് ആഫ്രിക്കയിലെ പൊതു പൗരന്മാരെ മുഴുവൻ തന്നെ കപ്പലിലേക്ക് കയറ്റി അമേരിക്കയിൽ കൊണ്ട് അടിമകളാക്കി അടിമക്കമ്പോളത്തിൽ വിൽക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ നൽകിയ ഓമനപ്പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഓമനപ്പേരാണ് വൈറ്റ് മെൻസ് ബേർഡൻ, വെള്ളക്കാരന്റെ ഭാരം. അന്ന് കുരിശുദ്ധമാണ് പറഞ്ഞെങ്കിൽ അന്ന് പറഞ്ഞു വൈറ്റ് മെൻസ് ബേർഡൻ. എന്താ വെള്ളക്കാരന്റെ ഭാരം? ഏഷ്യാറ്റിക് ആഫ്രിക്കൻ പീപ്പിൾ ആർ barbarians. It is our bounden duty to civilize them. അപരിഷ്കൃതരായ സംസ്കാരം തൊട്ടു തീണ്ടാത്ത ആഫ്രിക്കക്കാരെയും ഏഷ്യൻ ആളുകളെയും പരിഷ്കൃത സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടത് നമ്മളാണ് എന്നായിരുന്നു വ്യാഖ്യാനം എന്നുള്ളതാണ്. അങ്ങനെ വൈറ്റ് മെൻസ് ബർഡൻ became the black men's doom. വെള്ളക്കാരന്റെ ഭാരം കറുത്തവന്റെ നാശത്തിലേക്ക് നയിച്ച കഥ നിങ്ങൾക്കറിയാമെന്നുള്ളതാണ്. തീർന്നില്ല. സെപ്റ്റംബർ മാസത്തില് ഇവിടെ നമ്മുടെ ഈ ഭീകര പ്രവർത്തനത്തിന്റെ ആരംഭത്തിന്റെ പേരിൽ ന്യൂയോർക്കിലുണ്ടായ ആ സംഭവത്തിന് വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച നയം ഓപ്പറേഷൻ ഓഫ് ഇൻഫിനിറ്റി മേഴ്സി എന്നുള്ളതാണ്. അനന്തമായ കാരുണ്യത്തിന്റെ പ്രയോഗം എന്നുള്ളതാണ്. അനന്തമായ കാരുണ്യത്തിന്റെ പ്രയോഗം സുനാമി ഉണ്ടാകുമ്പോൾ നടത്തേണ്ട കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ ഫലം എന്തായി നിങ്ങൾക്കറിയാം. ഇറാഖ് പിടിച്ചടക്കാൻ വേണ്ടി ജോർജ് ബുഷ് മുന്നോട്ട് വെച്ചുള്ള മുദ്രാവാക്യം ടു മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്നുള്ളതാണ്. ജനാധിപത്യത്തിന് സുരക്ഷ നൽകാൻ വേണ്ടി ഇറാഖ് പിടിച്ചടക്കിയേ മതിയാകും എന്നുള്ളതായിരുന്നു. ആ ജനാധിപത്യം എവിടെയായി എന്നും ഞാൻ പറയേണ്ടതില്ല എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് നാം സാമോറിനെയും അതുപോലെ തന്നെ കുഞ്ഞാലിമരക്കാരെയും യൂറോപ്യന്മാരെയും കാണേണ്ടത് എന്നുള്ളതാണ്. പോർച്ചുഗലിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഇന്ത്യയിലേക്ക് മാർഗം കണ്ടെത്തിയെന്നുള്ളതാണ്. ചിരപുരാതന കാലം മുതൽ
ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ തന്നെ അവിടെ കാണാ സ്വപ്നമായി ഹൃദയത്തിന്റെ ഉള്ളിൽ തങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന നാടായിരുന്നു പുരാതന ഭാരതം. മാസിഡോണിയക്കാരനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ദ ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി, പാലും തേനും ഒഴുകുന്ന നാട് എന്ന് പറഞ്ഞു. യവന ചിന്തകനായ അരിസ്റ്റൈഡസ് പറഞ്ഞു, ദ വെരിറ്റബിൾ ഗാർഡൻ ഓഫ് ദ വേൾഡ്. ഇങ്ങ് മഹാനായ കവി ഇക്ബാൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായിരുന്നത് കേരളവും. കേരളം സന്ദർശിച്ചുള്ള മാർക്കോ പോളോ മുതൽ സന്ദർശിച്ചുള്ള ഇബ്നു ബത്തൂത്ത, അബ്ദുൾ റസാഖ്, ഒട്ടനവധി വിശ്വപ്രശസ്തരായ സന്ദർശകർ മുഴുവൻ തന്നെ അവർക്ക് പറയാനുണ്ടായിരുന്നത് കേരളത്തിന്റെ മഹിമയാണ്. കേരളവും അറബി നാടുകളുമായിട്ടുള്ള ബന്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന അതിപ്രശസ്തനായ ഇമ്രുൽ ഖൈസ് എന്ന കവി മാനിന്റെ കാഷ്ടം മൈതാനിയിൽ പരന്നു കിടക്കുന്ന മാനിന്റെ കാഷ്ടത്തെ പറ്റി പറഞ്ഞത് കുരുമുളക് മണി പോലെ എന്നാണ്. അങ്ങനെ കേരളത്തിലെ കുരുമുളകും കേരളത്തിലെ ചന്ദനവും കേരളത്തിലെ തേക്കും ഇവയെല്ലാം ലഭിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നതാണ്. റോം അതിന് ഇടത്തട്ടക്കാരെ ഉണ്ടായിരുന്ന അറബികളായിരുന്നു എന്നുള്ളതാണ്. അറബികളിൽ നിന്ന് അത് റോമയും അത് റബ്ബിൽ നിന്ന് മറ്റു പേർഷ്യൻ ഉൾക്കളിൽ നിന്ന് വാങ്ങുകയും അങ്ങനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇവിടെ റോമക്കാരുടെയും ബന്ധങ്ങൾക്ക് വേണ്ടി അരീക്കമേട് മുതൽ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള ഖനനത്തിന്റെ ഉത്കണ്ഠ ഫലമായി എത്രയോ റോമൻ നാണയം കണ്ടെത്താൻ കഴിഞ്ഞ കാര്യവും നിങ്ങൾക്കറിയാം. ഞാൻ ഇനിയും അല്പം കൂടി നിങ്ങളുടെ വിഷയത്തിലേക്ക് അടുത്തു വരട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ അറിയുന്ന വസ്തുതകൾ പറയുന്നതിന് പകരം നിങ്ങൾക്ക് പോകാനുള്ളത്, സഞ്ചരിക്കാനുള്ളത് ഈ വസ്തുതകളെ പറ്റി വ്യാഖ്യാനിച്ചുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഗവേഷണ വിദ്യാർത്ഥികളായ നിങ്ങൾക്കറിയാം, സെക്കൻഡറി സോഴ്സ്, പ്രൈമറി സോഴ്സ് എന്ന രണ്ട് തരത്തിലുള്ള സ്രോതസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡറി സോഴ്സിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രൊഫസർ O.K. നമ്പ്യാരുടെ പോർച്ചുഗീസ് പൈററ്റ്സ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ, പോർച്ചുഗീസ് പൈററ്റ്സ് ആൻഡ് ഇന്ത്യൻ സീമെൻ എന്ന പുസ്തകം 1958 ഇറക്കിയത്. 1963 അദ്ദേഹം എന്തോ ആ പേര് മാറ്റി കുഞ്ഞാലീസ് ദ അഡ്മിറൽ ഓഫ് കാലിക്കറ്റ് എന്നാക്കി മാറ്റി എന്നുള്ളതാണ് ഒരു പുസ്തകം. ഇവിടെ ഏറ്റവും ഇതായി ഇറങ്ങിയ പുസ്തകം നാം സത്യനഗരമെന്ന് വിശേഷിപ്പിച്ച കോഴിക്കോട് ബഹുമാനപ്പെട്ട M.G.S. നാരായൺ എഴുതിയിട്ടുള്ള കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന പുസ്തകമാണ്. നമുക്ക് മലയാളത്തില് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. തുടങ്ങാം. CN അഹമ്മദ് മൗലവി, KK അബ്ദുൽ കരീം. മാപ്പിളമാരാണല്ലോ, മാപ്പിളമാരുടെ ഈ സാമൂതിരി ഓർമ്മകളാണല്ലോ മലബാറിന്റെ. എണ്ണത്തിൽ കുറവാണെങ്കിലും ലോകത്തിലെ വിശിഷ്ട ജനവിഭാഗങ്ങളിൽ ഒന്നാണ് മാപ്പിളമാർ. അവർ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അവർക്കാരാണെന്ന് അവർക്കറിയില്ല. അവരെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. കഴിവുറ്റവരായിരുന്നു അവർ എന്നുള്ളതാണ്. ഇതെന്റെ വാക്കുകളല്ല. CN അഹമ്മദ് മൗലവിയും KK അബ്ദുൽ കരീമും എഴുതിയിട്ടുള്ള മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിന്റെ തുടക്കം കുറിക്കുന്ന ഇതാണ്. വാക്കുകളാണ് ഈ പറഞ്ഞെന്നുള്ളത്. അങ്ങനൊരു വിഭാഗം, ആ വിഭാഗം നാടിന്റെ പ്രശ്നങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് തന്റെ രാജ്യത്തിലെ രാജാവിനെ, അമുസ്ലിം ഭരണാധികാരിയെ നിലനിർത്തുന്നതിന് വേണ്ടി ഖ്യാതി മുഴുവൻ ദിക്കുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച കഥയാണ് കേൾക്കാൻ സാധിക്കുന്നതാണ്. എവിടെ അതിന് തെളിവുകൾ? നമ്മുടെ നേരത്തെ സെക്കൻഡറി സോഴ്സ് അവിടെ നിൽക്കട്ടെ. ധാരാളം പുസ്തകങ്ങൾ ഇനിയും ഞാൻ പറയാം, ആ നോക്കിയാൽ മതി. പ്രാഥമിക സോഴ്സ്, പ്രൈമറി സോഴ്സ് ഏതാണ്? തൂഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. എന്റെ നാട്ടുകാരനാണെന്ന് ഞാൻ പറയും, നിങ്ങൾ ചിരിച്ചേക്കാം. പൊന്നാനിൽ ജനിച്ച് കുഞ്ഞിപ്പള്ളിയിൽ ചോമ്പാലിൽ കല്യാണം കഴിച്ച് ആ മഹാനവർകൾ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതാ
ഖാലി മുഹമ്മദ് അവർകൾ മഹാനവർകൾ കുറ്റിച്ചിറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തില് ആ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് ബീജാപൂരിലെ സുൽത്താനായ അലി ആദിൽ ഷാ അവർകൾക്കാണ്. അലി ആദിൽ ഷയുമായുള്ള സൗഹാർദ്ദം, ഞാനീ പറയുന്ന കാര്യം എൻ്റെ പ്രിയ സഹോദരങ്ങള്, വിദ്യാർത്ഥികള്, വേണ്ടുന്ന ഓരോരോ നിഗളിത്വ വസ്തുതകൾ കൂട്ടിയിണക്കാനും അതിൽ കൂടുതൽ പഠനം നടത്താനും വേണ്ടി ആവശ്യപ്പെടുകയാണ്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പറയേണ്ടുന്ന ഒരു വിഷയമായതുകൊണ്ട്, ഒരുപാട് മാനങ്ങളുള്ള വിഷയമായതുകൊണ്ട് അതില് അദ്ദേഹം പറയുകയാണ്, അറബിയിൽ എഴുതിയിട്ടുള്ള മലയാളിയായ സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ എഴുതിയത് അറബിയിലാണ്. അറബിയിലായിട്ട് പറയാൻ, എന്റെ സാമൂതിരിയുടെ, എന്റെ രാജാവിന്റെ പേര് ഖ്യാതി ലോകമെന്നും പരക്കട്ടെ, അത് സിറിയയിലെയും യമനിലെയും ഇന്ത്യയിൽ 9 രാജ്യങ്ങളിലേക്ക് മുഴുവൻ എത്തട്ടെ, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ രാജാവ് എന്നായിരുന്നു പറഞ്ഞെന്നുള്ളതാണ്. 4 ഭാഗങ്ങളായിട്ടുള്ള തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇസ്ലാമിക ആദർശങ്ങള് 1-ാം ഭാഗം, 2-ാമത്തത് പുണ്യയുദ്ധം ധർമ്മയുദ്ധത്തിലുള്ള ഫലങ്ങള്, 3-ാമത്തത് ഹിന്ദുക്കളുടെ ചില പ്രത്യേക ആചാരങ്ങൾ, 4-ാമത്തെ ഭാഗമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്, അതാണ് പോർച്ചുഗീസുമാരുമായുള്ള ബന്ധം. 14 അധ്യായങ്ങളായി പരന്നു കിടക്കുന്നു. അത് ഒരുപാട് ആളുകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹുസൈൻ നൈനാർ 1942-ലും സി ഹംസ ഈ അടുത്തും അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അത് കയ്യിലില്ലാത്തവർ വാങ്ങണം, വായിക്കും. എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങളുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ നോക്കി കിട്ടുന്ന കാര്യങ്ങൾ ഒട്ടനവധിയാണ് എന്നുള്ളതാണ്. ഇവിടെ സാമൂതിരി നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, പള്ളിയിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി നിർബന്ധിക്കുന്ന സാമൂതിരി എന്ന്. ഏത് രാജാവാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പറഞ്ഞത്? അക്ബറാണോ, ഹുമയൂണാണോ, ബാബറാണോ, അലാവുദ്ദീൻ ഖിൽജി ആണോ? എടുത്തു കാണിക്കൂ. നിങ്ങൾക്ക് എന്ത് വേണം അതിനപ്പുറം സ്നേഹവാരും കാണിക്കാൻ? ഈദ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു. ഇത് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് റിട്ടയർഡുള്ള ശ്രീദേവി പ്രൊഫസർ എഴുതിയ ലേഖനത്തില് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, സാമൂതിരി വെള്ളിയാഴ്ച നമസ്കരിക്കാനും ഈദ് ആഘോഷിക്കാനും പറഞ്ഞെന്ന്. നമ്മുടെ മുഖ്യന്മാർ നമുക്ക് കൃത്യമായി പെരുന്നാളുകളിൽ ആശംസകൾ ലഭിക്കാറുണ്ട്. എന്നാൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിനെ പറ്റിയൊന്നും കേൾക്കാറില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെരുന്നാൾ ആഘോഷിക്കാനും വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ പുതുതായി മതത്തിൽ ചേരുന്ന ആളുകൾക്ക് മുഴുവൻ തന്നെ എല്ലാവിധ സ്ഥാനങ്ങളും സൗകര്യം ചെയ്തു കൊടുക്കുവാനും അങ്ങനെ അതിനായി നിലകൊണ്ടുവരുന്ന ആളായിരുന്ന സാമൂതിരി എന്നുള്ളതാണ്. സാമൂതിരിയും കുഞ്ഞാലി മരക്കാറുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ, 4 കുഞ്ഞാലി മരക്കാരാണ് ഉണ്ടായിരുന്ന ഈ കാലയളവിൽ, നൂറ്റാണ്ട് യുദ്ധ കാലഘട്ടത്തിൽ. ഞാൻ തുടക്കമിട്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടെ ഇതുമായി? ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ആഥൻസിന്റെ തെരുവേദിയിൽ ഈ നട്ടുച്ച നേരത്ത് പൂർണ്ണ നഗ്നനായി ശരണാന്തി എഴുതിക്കൊണ്ടിട്ട് ഡയോജനിസ് എന്ന് പറയുന്ന ചിന്തകൻ മനുഷ്യനെവിടെ എന്ന് നോക്കി നടന്നിരുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചാലിയം കോട്ടയുടെ മോചനത്തിന് വേണ്ടി നായർ പടയാളികളും മുസേസ് മാപ്പിളമാരും ഒന്നിച്ചെന്നപ്പോൾ മാപ്പിളമാർ പറയുകയാണ്, ഇതാ ഞങ്ങൾ ഒറ്റക്ക് മരണം ഭരിക്കട്ടെ, ഈ ശത്രുവിന്റെ പൊരുതി മണം ഭരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നായർ പടയാളി പറയുകയാണ്, ഇല്ല, പാടില്ല, നിങ്ങൾ എണ്ണത്തിൽ കുറവാണ്, ശത്രുവിനെ തുരത്താൻ വേണ്ടി നമുക്കൊന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരതു, നിങ്ങളുടെ ചുറ്റും ആ നായർ പടയാളികളെ, അതാണ് ഈ സംരംഭത്തിന്റെ വിജയം. നിങ്ങൾ പരതു ആ മാപ്പിള പടയാളികളെ. കുഞ്ഞാലി മരക്കാർ 1600-ൽ ആൻഡ്രേ ഫുർത്താദോ എന്ന് പറയുന്ന പോർച്ചുഗീസ് അതിക്രൂരനായ കപ്പിത്താൻ സാമൂതിരിയുമായി ചേർന്ന ഉടമ്പടി പ്രകാരം അദ്ദേഹത്തിന്റെ കീഴടങ്ങാൻ സാമൂതിരി ആവശ്യപ്പെട്ട് കീഴടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആൻഡ്രേ ഫുർത്താദോ പറഞ്ഞപ്പോൾ കുഞ്ഞാലി മരക്കാർ പറയുകയാണ്, ഇല്ല, ഞാൻ നിനക്ക് കീഴടങ്ങുകയില്ല, എന്റെ തമ്പുരാനായ എന്റെ രാജാവായ ഇതാ സാമൂതിരിയുടെ കാൽക്കൽ ഈ പടവാൾ വെച്ചുകൊണ്ട് ഞാൻ കീഴടങ്ങുന്നു. കണ്ടെത്തു,
ധീരദേശാഭിമാനിയായ ആ കുഞ്ഞാലി മരക്കാരെ നമുക്കിടയിൽ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.